ഒക്കെ ജനങ്ങൾ കൂടുതൽ വിലയിരുത്തേണ്ട സമയമായി. ഞാൻ പറഞ്ഞത് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും വലിയ ഒരു അതിദരിദ്രനുണ്ട്. ആ ദരിദ്രനായത് ജനങ്ങളെ മുഴുവൻ ബാധിക്കും. ആ അതിദരിദ്രൻ ഗവൺമെൻറ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അതിദരിദ്രൻ ഇപ്പോൾ സത്യത്തിൽ ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് പോലും കാശില്ല. അത്യാവശ്യത്തിനൊക്കെ കാശ് ഉണ്ടാക്കുകയും അത് പല മേഖലകളിലും ചെലവഴിച്ച് പോവുകയും ചെയ്തതാണ് കേരളത്തെ ഉന്നത നിലവാരത്തിൽ എത്തിച്ചത്. അതായത് ഇപ്പോൾ ഇവർ പറയുന്ന ആ നമ്പർ 1 നേട്ടങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ട് ഇല്ലാത്തും പറയുന്നുണ്ട്. പക്ഷേ കുറേ ഉണ്ട്. ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിരുന്നു. ഞാൻ ഫസ്റ്റിൽ 90കളിൽ മന്ത്രിയായ കാലത്ത് മുതൽ ലോകം മുഴുവൻ പോയി പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേരളം ഒരു വേൾഡ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റാണ്. ആയുർദൈർഘ്യം, ആരോഗ്യം, ലിറ്ററസി, അങ്ങനെ പലതുമുണ്ട്. ആ നേട്ടങ്ങളൊക്കെ കാലാകാലങ്ങളിൽ വർഷങ്ങളായി കേരളം കൈക്കൊണ്ട പ്രത്യേക രീതി കൊണ്ട് കൈവന്നതാണ്. ഉദാഹരണമായി പൊതുവിദ്യാഭ്യാസം, എല്ലാവർക്കും വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഫ്രീ. അതുപോലെ തന്നെ ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എയ്ഡഡ്, അൺഎയ്ഡഡ്, അതുപോലെ തന്നെ ഗവൺമെൻറ്, അതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ, സൗകര്യങ്ങൾ, ഇതൊക്കെ കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ടായിരുന്നു ഈ ലിറ്ററസി ആ വക നേട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടായതും മറ്റു സംസ്ഥാനങ്ങളൊക്കെ മുൻകടന്നു പോയതും അതുപോലെ തന്നെ പ്രത്യേകമായ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ബാക്കിയുള്ളതൊക്കെ ഉണ്ടായതും. അങ്ങനെ ഓരോ മേഖല നമ്മൾ ആശുപത്രികൾ, ചികിത്സ ബെറ്ററായിരുന്നു കേരളത്തിൽ. പൊതു ചികിത്സ, ഫ്രീ ചികിത്സ, ആശുപത്രികൾ, സാധാരണക്കാർക്ക് ചികിത്സ കിട്ടൽ ബെറ്ററായിരുന്നു. അതുകൊണ്ടാണ് ആയുർദൈർഘ്യം കൂടിയത്. കുത്തിവയ്പ്പ് കൂടുതലാണ്, അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് നടപടികൾ കൂടുതലാണ്, അതിനുവേണ്ടി പണം ചെലവഴിക്കൽ കൂടുതലാണ്, ബോധവൽക്കരണം കൂടുതലായിരുന്നു. ഇപ്പം എന്താ സ്ഥിതി? അതാ ഞാൻ പറഞ്ഞു, ഈ അതിദരിദ്രൻ എല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കും. അതായത് ഗവൺമെന്റ് എന്ന അതിദരിദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.